ഗൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. കാവി മുണ്ടും ഉള്ള ഷർട്ടും റയർ കോംബോ. ഗൈസ് ഇതാണ് അപ്പോൾ ഇന്നത്തെ കോസ്റ്റ്യൂം. ഒരു വൈറ്റ് മുണ്ടും ഒരു കുർത്തയും ഇതാ ഈ ഒരു വാച്ച്. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ഭയങ്കരമായ ആള് സാർ. ഞായറാഴ്ച അല്ലേ? ഒടുക്കത്തെ തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട്. സ്വിഫ്റ്റ് നമുക്ക് പണിയാണ്. സ്വിഫ്റ്റ് തന്നെ പറഞ്ഞിട്ട് സീനാക്കാം. ബ്ലോക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ മതി, ഇവിടെ മതി. ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും പിന്നെ കർക്കിടക മാസമാണ്, അതിൻ്റെ ഒരു തിരക്കും കൂടി ഉണ്ട്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ട്രാവലറിലൊക്കെ ആൾക്കാർ തൊഴുകാൻ വന്നിട്ടുണ്ടെന്ന്. ഈ കവാടത്തുനിന്ന് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്, നടക്കില്ല. ഞങ്ങൾ തിരുവല്ലാമല വില്ലാതിരനാഥ ക്ഷേത്രത്തിലേക്കാണ്. ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്, ഭയങ്കര തിരക്കാണ്. ശ്രീരാമജയം ശ്രീരാമജയം. ഇവിടെ കയറി ചെന്നതിൻ്റെ അവിടെ ചുക്ക് കാപ്പി വിതരണമുണ്ട്. ഗൈസ് ഈ കൂട്ടത്തിൽ നമ്മൾ ചെരുപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കിട്ടിയാൽ കിട്ടി. ഗൈസ് ഇപ്പോൾ നമ്മുടെ പാലക്കാട് തന്നെ ഇപ്പോൾ 4 അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 4 അമ്പലത്തിൽ പെടുന്നത്. ഞങ്ങളെന്നുള്ളത് ശ്രീ വില്ലാതിരനാഥൻ്റെ മണ്ണിലാണ്. തിരുവില്ലാമല അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. 4 അമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ മറ്റേ ഇത് കഴിക്കണം, വടമാല. ഭയങ്കര തിരക്കാണ്. പിന്നെ തൊഴുത് കഴിഞ്ഞിട്ട് കാണാം. ചുക്കുള്ള വിതരണമൊക്കെ ഉണ്ട്. ഭക്തജനം അല്ലെങ്കിലൊക്കെ ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ മൊത്തം തിരക്കാണ് എല്ലാ സ്ഥലത്തും. അതെ ഗൈസ് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ മലയുടെ മുകളിലേക്ക് പോയാലോ? ഈ കാണുന്ന മലയുടെ മുകളിലേക്ക് എന്താ അഭിപ്രായം? പോവാം. അപ്പോൾ തന്നെ കയറിയാലോ? കയറി തന്നെ. ഓക്കെ. എന്താണ് അമ്പല ദർശനത്തിനെ കുറിച്ച് പറയാം? ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ അമ്പലമൊക്കെ ഒന്ന് വരിക, ഈ രാമലക്ഷ്മണന്മാരെയൊക്കെ തൊഴുക, ഭക്തിയിൽ അണിയുക. ഓക്കെ. അത് വരും, വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് വരുന്നത്. ഓർഡർ ചെയ്തോ? ഒന്നും പറയണ്ട. ഇതിൻ്റെ അവിടെ ഒരു ആനയുടെ ഒരു പ്രതിമ ഉണ്ട്. അപ്പോൾ അതിനിങ്ങനെ കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കി നോക്കോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. കണ്ടു ഞാനേ കണ്ടുള്ളൂ. ഗൈസ് ഇവിടെ അമ്പലത്തിലപ്പോൾ ഒരു 101 പറയുടെ ഒരു വലിയ ഓണസദ്യ ഉണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. ഗൈസ് ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങളിങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടേക്ക് പോകാൻ വിചാരിച്ചു. ഹോട്ടൽ ജയശ്രീ. ഒരു വിൻറ്റേജ് ലുക്കുള്ളൊരു കടയാണ്, ഇവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. ഇല്ല തന്നെ ഈ 2 വട കിട്ടി. തൽക്കാലം വിശപ്പ് അകറ്റാമെന്ന് വിചാരിച്ചു, കാരണം ഭയങ്കര തിരക്കാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട്. നമ്മൾ ഈ വടയും ചായയും വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഭൂരിയാണ് ഓർഡർ ചെയ്ത്, പിന്നെ കൂടെ ചമ്മന്തി മാത്രമേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി, ഏകദേശം ഒരു 11:30 സമയം. പിന്നെ കുറച്ച് ചട്നി കൂടി കിട്ടി. അപ്പോൾ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കി. അമ്പലത്തിൻ്റെ പുറത്തുള്ള കുറച്ച് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ശ്രീരാം. അപ്പോൾ ഞങ്ങളിങ്ങനെ തൊഴുതിറങ്ങി. ഇപ്പോൾ ഇപ്പുറത്ത് ഒരു സ്പോട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ തൊഴുകാൻ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ് ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ വ്യൂ. ഇവിടുത്തെ എന്തോ ഒരു ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആരെ കാൽപാദങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് കറക്റ്റ് അറിയില്ല. അതിനെക്കുറിച്ച് അറിയുന്ന ആരെടുത്തെങ്കിലും ചോദിച്ചു നോക്കാം. ഇവിടെ നിന്ന് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ. ഒരു രക്ഷയില്ല. ജാതി ഫ്രെയിം എല്ലാം കിട്ടുന്നുണ്ട്. കാരണം ഇത് ഫോട്ടോ അല്ല, വീഡിയോ ആണ്. പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറാവില്ലേ? പിന്നെ അവിടെയുള്ള ആ കവാടം ഇവിടുന്ന് കാണാനൊരു അടിപൊളി വ്യൂ ആണ്, നല്ലൊരു വ്യൂ. ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഇതേപോലത്തെ ഒരുപാട് റീസൈക്കിൾ ബിന്നുകളുണ്ട്. പക്ഷെ എന്നിട്ടും പലരും ഇതിന് ചുറ്റും പുറത്തുമായിട്ട് അലക്ഷ്യമായിട്ട് വേസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പുണ്യ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം പെരുമാറാൻ. അവിടെ പോയി ആരുടെ പുറത്ത് കുറച്ച് അടയാളങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ പറക്കോട്ടുകാവ് അമ്പലം. പക്ഷെ അവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും പോകണില്ല. കാരണം ഇപ്പം തന്നെ സമയം ഏകദേശം 12:30 ആയി. പിന്നെ ഇവിടുത്തെ വെടിക്കെട്ടിന് ഫേമസ് കേട്ട അമ്പലമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ വെടിക്കെട്ടിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ് ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ പലരും നടുവത്തപ്പാറയും കൂടി വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് അല്ലാത്തപ്പോഴും ഞങ്ങൾ 2-3 വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പഠിക്കാം. ഇതിനെത്ര? 20. പടാലം വേണ്ട. വെജിറ്റബിൾസ് എന്തെങ്കിലും. പിന്നെ വേറെന്തോ സൂര്യകാന്തിയോ അങ്ങനെ എന്തോ കണ്ടില്ല. ഇത് 3 കളറുണ്ടോ? ഏത് ക്യാരറ്റാ? ചാക്കിലെ കവറിലൊക്കെ. ഇതെന്താ? തണുപ്പ് വേണമെന്നേ. വെള്ളം നനവ് എപ്പോഴും കൊണ്ടുവരല്ലേ? ഇപ്പം മഴയൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അതൊന്നുള്ളൂ. വൈകിട്ട് ചായ കുടിക്കാൻ കുറച്ച് പതുക്കെ ഇറങ്ങുന്നു. അതെന്താ? ഈ ചെടികളൊക്കെ നട്ട് ഇത് മൊത്തത്തിൽ മേടിച്ചാ? ഇതിലെന്തേലും മേടിച്ചാലും അപ്പം ഇന്നത്തെ പരിപാടി ഞാൻ പിടുത്തോ പോയി അങ്ങനെ. അപ്പോൾ ഗൈസ് അപ്പം ഇന്നത്തെ അമ്പല ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് വരാം. അപ്പോൾ ബൈ. വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഒരു കർഷകനെ കണ്ടു. അപ്പോൾ അങ്ങനെ നിന്നതാണ്. വാഴ വെക്കുക തോന്നുന്നു. വീട് ചുറ്റും വാഴ ഉണ്ട്. ഇപ്പോൾ ഒരു വാഴയും കൂടി വെക്കുകയാണ്. ഇപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയാറുള്ളത് കൃഷിയെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പല കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുള്ളായി കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട്. ഒരു ദിവസം കൃഷിയുടെ മൊത്തം കാണിച്ചു തരാം. കർഷകശ്രീ കൊണ്ടുപോയി ഇപ്രാവശ്യം. നമുക്ക് ഈ നാടിന് നന്മ മതി. അതെ അങ്ങട് എത്തട്ടെ. പിള്ളേരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കാലേ. മാസ്റ്റർ സഞ്ജു വാഴ നിൽക്കണോ? വാഴ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഓ പടം എങ്ങനെയുണ്ട്? ഹാഫ് എങ്ങനെയുണ്ട്? നല്ല പടാ. നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഒരു കോമഡി എൻ്റർടൈനറാണ്. അതൊക്കെ കുട്ടികൾക്കുള്ളതാണ്.